സക്കറിയ പൊൻകുന്നം എന്നും ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവ സാന്നിധ്യമുള്ള മികച്ച ഫോട്ടോഗ്രാഫർമാരിലൊരാൾ. ചെറുതും വലുതുമായ 100ഓളം ഫോട്ടോഗ്രാഫി അവാർഡുകളുടെ ജേതാവാണ് സക്കറിയ പൊൻകുന്നം. ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് രംഗത്തെ ഒറ്റയാൾ പട്ടാളമെന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. മറ്റു ഫോട്ടോഗ്രാഫർമാരുടെ സഹായമില്ലാതെ തന്നെ വിവാഹ ചടങ്ങിന് ഒറ്റയ്ക്ക് കാൻഡിഡ് ഫോട്ടോഗ്രാഫിയും ഫങ്ഷണൽ ഫോട്ടോഗ്രാഫിയും എടുക്കുന്ന അപൂർവ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾ. ഫോട്ടോഗ്രാഫിയുടെ ന്യൂജൻ ട്രെൻഡ് അനുസരിച്ചുള്ള സേവ് ദ ഡേറ്റും പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടും റീൽസും ഉൾപ്പെടെ എന്തെടുക്കാനും സക്കറിയ പൊൻകുന്നം മുന്നിൽ തന്നെയുണ്ട്. ഒരു കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് അദ്ദേഹം എടുക്കുന്ന ഓരോ ചിത്രവും. സമൂഹത്തിന്റെ അംഗീകാരം പിടിച്ചുപറ്റിയ അപൂർവ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളായ സക്കറിയ പൊൻകുന്നം മറ്റു ഫോട്ടോഗ്രാഫർമാർക്ക് മാതൃകയാണ്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് സംസാരിച്ച ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പുള്ളിയുടെ റിലേറ്റീവിൻ്റെ ഞാനെടുത്ത് കൊടുത്തൊരു ആൽബത്തിൽ നിന്നാണ് പുള്ളിയുടെ നമ്പർ എനിക്ക് കിട്ടിയത്. എൻ്റെ നമ്പർ പുള്ളിക്ക് കിട്ടിയത്. അത് വെച്ചാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. വിളിച്ചു, വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിച്ചു. മോൻ്റെ കല്യാണമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത്, ഈ പുതിയ രീതിയിലാണോ നിങ്ങൾ ആൽബം ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, പുതിയ രീതി പറഞ്ഞാൽ ഞാൻ ഏറ്റവും പുതിയ രീതിയിലാണ് ആൽബം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആൽബത്തിൻ്റെ പ്രിൻറ്റിങ്, അതിൻ്റെ ക്വാളിറ്റി, ഡിസൈനിങ് എല്ലാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല. പുള്ളി ഞാൻ ഈയിടെ എൻ്റെ 1-2 കസിൻസിൻ്റെ ആൽബമൊക്കെ കണ്ടു. 2-3 പേരുടെ കണ്ടു. എല്ലാം എൻ്റെ മോൻ്റെ കല്യാണമാണ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ആൽബം തുറക്കുമ്പോൾ മുതൽ അതിൻ്റെ അവസാനം വരെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോകളേ ഉള്ളൂ. അവരുടെ ഫോട്ടോ, അവരുടെ ക്ലോസപ്പ്, അവർ കൂളിംഗ് ഗ്ലാസ് വെച്ച് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, സൈക്കിളിലിരിക്കുന്നു, അവർ വാഗമണ്ണിൽ പോയി എടുത്തത്, ഇങ്ങനെ അവരുടെ ഫോട്ടോകളല്ലാതെ കൊണ്ട് 10,000 പേര് പങ്കെടുത്ത ആ കല്യാണത്തിൽ വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവിടെ ഗസ്റ്റുകളൊന്നും ഫോട്ടോകളില്ല ആൽബത്തിൽ. അങ്ങനെയാണോ ഇപ്പോഴത്തെ ട്രെൻഡ്? അതാണോ ഫോട്ടോഗ്രാഫി? അങ്ങനെയാണോ നിങ്ങൾ ആൽബം ചെയ്യുന്നത് എന്നാണ് എൻ്റെ അടുത്ത് ആ മനുഷ്യൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. നമ്മൾ തീർച്ചയായിട്ടും ഒരു കല്യാണ സ്ഥലത്ത് ചെന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പുതിയ തലമുറയിലെ പിള്ളേർ ഫോട്ടോഗ്രാഫേഴ്സിന് വന്നിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത്, അവർ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ക്ലോസപ്പും അവരുടെ എക്സ്പ്രഷനും അവരങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും അല്ലെ അവരെ പല രീതിയിൽ പോസുകൾ നിർത്തി ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എത്ര എണ്ണം ഒരു ആൽബത്തിൽ വെക്കണമെന്നുള്ള കാര്യം നമുക്കൊരു ചിന്തയുണ്ടാകും. എത്ര പേജിൽ ഇവരുടെ ഫോട്ടോകൾ വെക്കും? എത്ര സമയം ഈ വീട്ടുകാർ ഇവരുടെ ഫോട്ടോകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും? അത് എൻ്റെ അടുത്ത് പറയും, ഞാൻ എൻ്റെ മോൻ്റെ കല്യാണമാണ്, 1000 പേര് ഗസ്റ്റ് ഞാൻ വിളിക്കുന്നുണ്ട്. ഈ 1000 പേര് വിളിക്കുമ്പോൾ അവരിലെ മുഴുവൻ പേരും സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഡിമാൻഡാണ്. അവരൊരിക്കലും സ്റ്റേജിൽ കയറ്റി അവരുടെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് കിട്ടത്തില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ വിളിച്ച എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഗസ്റ്റുകളും എൻ്റെ ആൽബത്തിൽ വേണം. അത് എൻ്റെ അടുത്ത് വെച്ച് ഡിമാൻഡ് ഇതാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഇവരെ മുഴുവൻ അവർ പല സ്ഥലങ്ങളിൽ ഈ ഗസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ സംസാരിച്ച് നിൽക്കുന്നത്, എല്ലാവരും സന്തോഷത്തോടെ കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരുപാട് കാലം കൂടി കാണുന്ന. അതാണ് ശരിക്കും കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആ കാൻഡിഡായിട്ട് നമുക്ക് ഇവരെ മുഴുവൻ കവർ ചെയ്യാൻ സാധിക്കും. അതിന് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനൊന്നും തന്നെ ആവശ്യമില്ല. ഞാനിതെല്ലാം ഒന്നിച്ച് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന ആൾ തന്നെയാണ്. കാൻഡിഡും എടുക്കും, കപ്പിളും എടുക്കും, എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു നിമിഷം പോലും ഒരു വെഡിങ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മൾ കളയാതിരിക്കണം. സമയം നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ഫോൺ നോക്കാൻ പോകരുത്, ഫോൺ വന്ന് അറ്റൻഡ് ചെയ്യാൻ പോകരുത്, ആരോടും നമ്മൾ സംസാരിക്കാൻ പോകരുത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ക്യാമറ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ആ വെഡിങ് തീരുന്നിടം വരെയും ഇവരുടെയും ഇവരുടെ വീട്ടുകാരുടെയും ഇവരുടെ ഗസ്റ്റുകളുടെയും മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുക. അവരെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് തന്നെ അറിയാം, ആരുടെയൊക്കെ എടുത്തു, ആരൊക്കെ എൻ്റെ ഫ്രെയിം വന്നിട്ട് പോയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയാണ് ശരിക്കും ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ടതും. അങ്ങനെ അവരാഗ്രഹിക്കുന്നു അത് തന്നെയാണെന്ന് എനിക്ക് ആ മനുഷ്യൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് വെഡ്ഡിംഗ് വർക്ക് കവർ ചെയ്ത് കൊടുക്കുമ്പോഴാണ്
ഒരു ആൽബത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അവരുടെ ഗസ്റ്റുകളെ നമ്മളറിയാതെ തന്നെ അവരറിയാതെ തന്നെ അവരുടെ ഫോട്ടോ എടുക്കുക, അത് കവർ ചെയ്യുക. അതുകൊണ്ട് അവരെല്ലാവരും വന്ന് ഈ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാണ്ട് നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെ നിൽക്കുന്നവരെടുക്കട്ടെ, പ്രശ്നമല്ല. അങ്ങനെ എടുത്താൽ പോലും അതിനേക്കാൾ എക്സ്പ്രഷനും വാല്യൂ ഉള്ള നല്ല ചിത്രങ്ങൾ ഇവർ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കവർ ചെയ്യാൻ പറ്റും. അതിനായിട്ടൊരു ആ ഒരു അവസ്ഥ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഓക്കെ, ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് സംസാരിക്കാനുണ്ട്. നമ്മളൊരു കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെ അവർ ആ ദിവസം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും മനോഹരമായിട്ട് ചിന്തിച്ചും മനസ്സിലാക്കിയും എല്ലാമായിരിക്കും അവിടെ കസേര ഇട്ടിരിക്കുന്നത്, സോഫ ഇട്ടിരിക്കുന്നത്, ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത്, ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത്, കർട്ടൻ ഇട്ടിരിക്കുന്നത്, എല്ലാം അവർ വളരെ ആലോചിച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ദയവ് ചെയ്ത് അവിടുത്തെ കസേരകൾ മാറ്റിയിടാനോ അങ്ങോട്ട് നീക്കാനോ ഇങ്ങോട്ട് നീക്കാനോ ഒന്നും ശ്രമിക്കരുത്. അവരെന്താണോ ചെയ്തിരിക്കുന്നത് അത് ഉൾപ്പെടുത്തി നമ്മുടെ ഫ്രെയിമുകളിൽ അത് ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കുക എന്നുള്ള അല്ലെങ്കിൽ വീഡിയോ എടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആൽബം കൊടുത്തപ്പോൾ അവർ വളരെ ആൽബം എല്ലാം കണ്ടു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ അവിടുത്തെ ആ മകള് പറയുകയാണ്, ഓ എൻ്റെ ചെടിയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. അത് അവർ പറഞ്ഞിട്ടല്ല ഞാനങ്ങനെ എടുത്തത്, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അവരൊരു ഇൻഡോർ പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനൊരു ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ അതൊന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അത് നന്നായിട്ട് ചിന്തിക്കുക. പിന്നെ നമ്മൾ കൊണ്ടുചെല്ലുന്ന ബാഗ്, ലൈറ്റിൻ്റെ ബാഗ്, സ്റ്റാൻഡിൻ്റെ ബാഗ്, ഇതൊന്നും നമ്മൾ ആ വീടിനകത്ത് കയറ്റാനേ പാടില്ല ഒരു കാരണവശാലും. നമ്മളത് വാഹനത്തെ വെച്ച് തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, നമ്മുടെ ബാഗുകളെല്ലാം വണ്ടിക്കകത്ത് വെക്കുക, നമുക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രം ആ വീടിനകത്ത് കയറ്റുക. അതല്ലാതെ വേറൊന്നും, പ്രത്യേകിച്ച് ഒരു ബാഗ് നമ്മൾ ആ വീടിനകത്ത് കയറാൻ പാടില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്ന് എന്തൊരു സാധനം, ചിലപ്പോൾ ഒരു കല്യാണ വീടാണ്, ഒരുപാട് ആൾക്കാർ വരുന്നതാണ്, ഏതെങ്കിലും ഒരു ഫോണോ എന്തെങ്കിലും ഒരു സാധനം അവിടെ കാണാതെ എന്ന് വെച്ചു നമ്മുടെ ബാഗ് പരിശോധിപ്പിക്കാൻ ഇടയാകരുത്. അതിനുള്ള ഇട പോലും നമ്മളത് കൊടുക്കരുത്, നമ്മളെ സംശയിക്കാൻ ഇട കൊടുക്കരുത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വസ്ത്രധാരണം ഒക്കെ ഡീസൻ്റ് ആയിരിക്കണം. ഒരു കല്യാണ വീട്ടിൽ ആണ് അവർ ഏറ്റവും മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ദിവസം എന്നാണ്. അവിടെ ചെല്ലുന്ന ഫോട്ടോഗ്രാഫറും അങ്ങനെ തന്നെ ആയിരിക്കണം, വീഡിയോഗ്രാഫറും അങ്ങനെ ആയിരിക്കും, കൂടെ വരുന്ന സഹായി അങ്ങനെ തന്നെ ആയിരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അത് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്, ഈ വല്ലാത്ത ജീൻസ് വിട്ട് ടീഷർട്ട് വിട്ട് ദയവ് ചെയ്ത് ആൾക്കാർ വന്നേക്കരുതെന്ന്. അപ്പോൾ നമ്മളെ ഡ്രസ്സിങ്, നമ്മുടെ പെരുമാറ്റം എല്ലാം തീർച്ചയായിട്ടും ഒരു കല്യാണ വീട്ടിലേത് അവർക്ക് ചേരുന്ന രീതിയിൽ ആയിരിക്കണം. അത് ആരാധനാ സ്ഥലത്ത്, പള്ളിയിലായാലും അങ്ങനെ, അമ്പലത്തിലായാലും അങ്ങനെ, തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ബഹുമാനം കൊടുക്കേണ്ട സ്ഥലത്ത് ബഹുമാനം കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. പള്ളിയിലാണെങ്കിൽ ആൾക്കാരെ കയറാൻ പാടില്ല, അമ്പലത്തിലാണെങ്കിൽ അതിന് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് ഒരിക്കലും കാലെടുത്ത് വെച്ച് കയറാൻ പാടില്ല, ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല സ്ഥലത്ത് തീർച്ചയായിട്ടും ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മുടെ പ്രൊഫഷനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊരിക്കലും ഇട കൊടുക്കാതെ കൊണ്ട് ഏറ്റവും മാന്യമായൊരു പെരുമാറ്റം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വെഡ്ഡിങ് നടക്കുന്ന വീട്ടിലും സ്ഥലത്തും പള്ളിയിലും ക്ഷേത്രത്തിലും എല്ലാം ഉണ്ടാകണം. അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം വലിയൊരു രസകരമായൊരു സംഭവം ഉണ്ടായി. ഞാൻ പാലായിലൊരു കല്യാണത്തിന് ഫോട്ടോ എടുത്ത് അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് എന്നെ പരിചയപ്പെട്ടു. പുള്ളി ഫുഡ് കഴിക്കുകയായിരുന്നു. പരിചയപ്പെട്ട് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി കുറിച്ച് എവിടെയാണ് പരിചയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ മാസം ഇവിടെ വെച്ചായിരുന്നു, നല്ല ഹോളാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യം, സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുറേ ഫോട്ടോഗ്രാഫർമാർ വന്നു. ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ മോള് ലണ്ടനിലാണ്, അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ബുക്ക് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്ത് ഇത് ചെയ്തു, ഇന്നയാൾ വരുമെന്ന് പറഞ്ഞു. അതിന് കുറേ 5-6 പേര് അവരെവിടുത്തുകാരാണെന്ന് ചോദിച്ചാൽ എറണാകുളംകാരാണെന്ന് പറഞ്ഞു. എന്നല്ലാതെ
എനിക്കിന്ന് വരെ അതിൻ്റെ ഫോട്ടോയും കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ഒരു പ്രതിസന്ധി അദ്ദേഹം സംസാരിച്ചു. ആ സമയം എനിക്കിവിടെ പരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. അത് ശരിക്കും ഇന്നത്തെ ഈ പുതിയ തലമുറയുടെ വന്നിരിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ശബ്ദമാണ് കേട്ടത്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ബന്ധമുള്ള കാരണവന്മാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ വിദേശത്തുള്ള മക്കൾ അവിടെ നിന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ അവരെ കണ്ട് അവരെ ബുക്ക് ചെയ്യുന്നു, അവർ കാണിച്ച ചില വർക്കുകൾ കണ്ട് ബുക്ക് ചെയ്യുന്നു. അതല്ലാതെ അത് പിന്നെ അത് കിട്ടുന്നുണ്ടോ, ആൽബം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല, വീട്ടുകാർ പോലും അറിയുന്നില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇവൻറ്റ് മാനേജറിനെ കുറ്റപ്പെടുത്തിയതല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഒരു ആൽബം കാണിച്ച് അതിൻ്റെ ആ വർക്ക് കാണിച്ചിട്ട് നമ്മൾ വർക്ക് പിടിക്കുന്നു, ആ എടുത്ത ഫോട്ടോഗ്രാഫറാണോ ഈ വരുന്നത്? ആ വർക്ക് കാണിച്ച ആ ആൽബം കാണിച്ച ആ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറാണോ നമ്മുടെ വീട്ടിൽ വരുന്നതെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? അതേസമയം നമ്മുടെ ലോക്കലിലുള്ള ഈ നാട്ടിലുള്ള നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചത് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. മുമ്പോട്ടും ആൽബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് ആരോ കുറേ പേര് വന്ന് വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു, അവർ പോകുന്നു, കുറേ അഡ്വാൻസ് വാങ്ങിക്കുന്നു, പിന്നെ എത്രയോ പരാതികൾ, എത്രയോ കംപ്ലൈൻറ്റുകൾ ഈ നാളുകളിൽ നമ്മൾ കേട്ടു. പണ്ടൊന്നും ഒരിക്കലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് ഇല്ലാത്ത പരാതികൾ ധാരാളം ഈ സമയത്തുണ്ടായി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം, വീട്ടുകാരും ചിന്തിക്കണം, കസ്റ്റമേഴ്സും ചിന്തിക്കണം, ഫോട്ടോഗ്രാഫേഴ്സും ചിന്തിക്കണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം. പണ്ടൊന്നും ഒരു ആൽബം എടുത്തിട്ട് അതിന് പരാതി പറഞ്ഞാൽ ആൽബം കിട്ടിയില്ല, വീഡിയോ കിട്ടിയില്ല, അങ്ങനെ ഒരു പരാതിയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തു കൊടുക്കും. എപ്പോഴും തമ്മിൽ കാണുന്ന ആൾക്കാർ ആരെയും കബളിപ്പിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. തീർച്ചയായിട്ടും വർക്കിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നൊരു മേഖലയായിരുന്നു. ഇന്ന് അതെല്ലാം പോയിട്ട് ഒരു കല്യാണത്തിന് 8-10 ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നു, എന്തൊക്കെയോ കുറേ എടുക്കുന്നു, വീട്ടുകാർക്ക് കിട്ടിയില്ല, ചിലർക്ക് ഗൂഗിൾ ഡ്രൈവിലിട്ട് കിട്ടുന്നു, സെലക്ട് ചെയ്ത് എണ്ണാക്കാൻ പറയുന്നു, പിന്നെ ഇവരുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഫോട്ടോഗ്രാഫി മേഖലയെ ബാധിക്കുന്ന, ഈ തൊഴിലെടുത്ത് ജീവിക്കുന്നവരെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന് ഇടയാക്കാതെ കൊണ്ട് തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ നിൽക്കുന്ന സംഘടനകൾ ഇതിന് ഒരു കൂട്ടായ ചർച്ച നടത്തി ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത് ജീവിക്കാനുള്ള മാർഗമായിരിക്കണം. തീർച്ചയായിട്ടും അത് കസ്റ്റമർക്ക് അനുഗ്രഹമായിരിക്കണം, അവരുടെ വീട്ടുകാർക്ക് അനുഗ്രഹമായിരിക്കണം. ഒരു കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ചരിത്രപരമായൊരു രേഖപ്പെടുത്തലാണ്. വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ, ആ കുടുംബത്തിൻ്റെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലാണ്. അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, ഈ കാലഘട്ടം ഒരു 10 വർഷം കഴിഞ്ഞ് ഈ സ്റ്റൈലായിരിക്കത്തില്ല ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒന്നും. അപ്പോൾ ഇതൊരു ഡോക്യുമെൻ്റ് എന്ന് ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലാണ് വെഡിങ് എന്ന് പറയുന്നത്, തമാശ ഒന്നുമല്ല. അപ്പം ആ രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഈ ജോലി ഏൽപ്പിക്കുകയും ഉത്തരവാദിത്തത്തോടുകൂടി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആൽബമായാലും വീഡിയോ ആയാലും എല്ലാ സമയത്ത് കിട്ടുകയും ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിപ്പോകണം. അത് വളരെ അത്യാവശ്യമാണ്. ഈ തൊഴിൽ മേഖല മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് രംഗത്തുണ്ടാകരുത്. കസ്റ്റമേഴ്സിനെ അനുഗ്രഹമാകുന്ന അവരുടെ ജീവിതത്തിൽ ഒരു ചരിത്രത്തിൻ്റെ നിമിഷങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡോക്യുമെൻ്റ് വീട്ടിലിരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനായിട്ട് ഉള്ള ആലോചനകൾ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതൊരു ഫോട്ടോഗ്രാഫി മേഖല കേരളത്തിൽ വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സംഘടിത മേഖല ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഏത് മേഖല എടുത്താലും കേരളത്തെ സംബന്ധിച്ചൊരു ഒരു ട്രേഡ് യൂണിയൻ സിസ്റ്റം കേരളത്തിലുണ്ട്. ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ ഒരു സംഘടിതമായ കൂട്ടായ്മ എപ്പോഴും എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിട്ട്, അങ്ങനെ ഒരു മേഖലയായിട്ട് ഫോട്ടോഗ്രാഫി മേഖല ഇന്ന് കിടക്കുകയാണ്. ഈ പറയപ്പെടുന്ന പല സംഘടനകളും ഇന്ന് കേരളത്തിലുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായിട്ടും മുഴുവൻ പേരും ഒന്നിച്ച് നിർത്തിക്കൊണ്ട്
ഈ തൊഴിൽ മേഖലയെ അവരുടെ ജീവിതമാർഗത്തിനുള്ള നല്ലൊരു വഴിയായിട്ട് അതിന് കൃത്യമായിട്ടൊരു ഏത് തൊഴിൽ മേഖലയിലും അതിൻ്റെ കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത അവസ്ഥയില്ലാത്ത ഒരു രീതി തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്, ഈ ഫോട്ടോഗ്രാഫി മേഖലയിലുണ്ട്. അതിനൊരു മാറ്റം വരുത്തുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നിച്ചു നിന്ന് ഈ പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന മുഴുവൻ പേരും ഒന്നിച്ചു നിന്ന് അതിനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായ റിസൾട്ട് കൊടുക്കണം, നല്ല ക്വാളിറ്റി വർക്ക് കൊടുക്കണം, ഒപ്പം ആ ക്വാളിറ്റി അനുസരിച്ചുള്ള റേറ്റും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മേഖല ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന് എനിക്ക് തോന്നുന്ന പലപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് സത്യത്തിൽ ഇന്ന് ഇപ്പോൾ വെഡ്ഡിങ് രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ IT മേഖലയിൽ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി പ്രൊഫഷൻ അല്ലാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ചെറുപ്പക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അവർക്കിതൊരു വിഷയമല്ല, അവരുടെ ജീവിതമാർഗ്ഗമല്ല. കാരണം അവർക്ക് ജീവിതമാർഗ്ഗമുണ്ട്, ശമ്പളമുണ്ട്, മറ്റു മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിനെ ഒരു പാഷനായിട്ട് കണ്ടിട്ട് അവരുടെ കൂട്ടുകാരുടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ കസിൻസിൻ്റെ എടുക്കുക, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഈ തൊഴിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഈ ഒരു മേഖല ബാധിക്കുന്നത്, ഈ ഒരു അവസ്ഥ ബാധിച്ചു പോകുന്നത്. അവരുടെ ജീവിതമാർഗത്തെയാണ് ഇത് ബാധിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുവാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ നിൽക്കുന്ന സംഘടനകൾ ഉറച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വന്ന് മൊബൈൽ ഫോണിലെ ഫോട്ടോഗ്രാഫിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോയും ഫോട്ടോയും ഓരോ വീട്ടുകാർ തന്നെ എടുത്ത് തുടങ്ങിയെടുത്ത് തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അത് നന്നായിട്ട് ബാധിച്ചു തുടങ്ങി. ഇപ്പോൾ ശരിക്കും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ ആവശ്യമുള്ള ഒരു കാര്യത്തിന് മാത്രമേ ഓരോ വീട്ടുകാരും ക്ലയൻസ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ അന്വേഷിക്കുന്നുള്ളൂ. ആ അവസ്ഥയെത്തി. ഒരു വീട്ടിൽ നടക്കുന്ന ബർത്ത്ഡേ പരിപാടി, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. ഹോളി കമ്മ്യൂണിന്, ബാപ്റ്റിസം, ഇതൊക്കെ ഇപ്പോൾ ശരിക്കും അവർ തന്നെ, വീട്ടുകാർ തന്നെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് തന്നെ മൊബൈലിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിരിക്കും. അതെല്ലാം ഇതിനെ ജീവിതമാർഗമായിട്ട് കണ്ടിരിക്കുന്ന പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ആ കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ വന്ന സമയം എന്ന് പറയുന്നത് ഒരു തൊഴിലും ജീവിതമാർഗവുമായിട്ട് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഇന്നത്തെ തലമുറ ഇതിന് ജീവിതമാർഗമായിട്ടൊന്നും കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരിതിനെ ഒരു പാഷനായിട്ട് കാണുന്നു. അങ്ങനെ അവരുടെ കൂട്ടുകാരുടെ എടുക്കുന്നു, ബന്ധുക്കളുടെ എടുക്കുന്നു. എവിടെയെങ്കിലും ക്യാമറ ഇഷ്ടംപോലെ ഇപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ക്യാമറ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ്സായിട്ട് മാറിക്കഴിഞ്ഞു. അതുതന്നെ ഈ പ്രൊഫഷണൽ രംഗത്തെ വളരെയധികം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇവനില്ല. ഈ ഫോട്ടോ എടുക്കാൻ പോകുന്ന വ്യക്തിക്ക് അവനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതേസമയം നമ്മൾ നിൽക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയാണ് ക്യാമറയും ആവശ്യമുള്ള ലെൻസുകളും വാങ്ങിച്ച് ഒരു പ്രസ്ഥാനമായിട്ട് ഇരിക്കുമ്പോൾ ഒരു പൈസ പോലും മുടക്കാതെ 1000 രൂപ വാടകയ്ക്ക് ക്യാമറ കിട്ടുന്നു, അവൻ പോയി വർക്ക് എടുക്കുന്നു. അത് ഈ രംഗത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ക്യാമറ വാടകയ്ക്ക് കൊടുക്കുന്നതും ബിസിനസ്സാക്കിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അതിജീവിക്കാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന, ഇതിനെ മാത്രം ആശ്രയിച്ച്, ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എന്നെപ്പോലുള്ളവരുണ്ട്, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. സ്റ്റുഡിയോകളിലാണെങ്കിലും വളരെ വർക്ക് കുറവ്. കാരണം ഇന്ന് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പാസ്പോർട്ട് ഓഫീസിലോട്ട് ചെന്നാൽ മതി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അതുപോലെ ഒരു മൊബൈൽ ക്യാമറ വെച്ച് ഒരു ഐഡൻറ്റിറ്റി ഒരു വ്യക്തിയുടെ കിട്ടിയാൽ മതി. ബാങ്കിൽ ആവശ്യമാണെങ്കിലും എവിടെയാണെങ്കിലും അതൊരു മൊബൈലിൽ എടുത്തുകൊണ്ട് കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി. ഇതിനൊന്നൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ കാലഘട്ടം എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റും,
എങ്ങനെ ഈ രംഗത്തെ ഒരു മുഖ്യ വരുമാന മാർഗമായിട്ട് കണ്ട് ഒരു കുടുംബം പുലർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ ചിന്തനീയമായ ഒരു അവസ്ഥയിലേക്ക് ഫോട്ടോഗ്രാഫി മേഖല ഇന്ന് എത്തി നിൽക്കുകയാണ്. ഏകദേശ കണക്കനുസരിച്ച് 40,000 പേരോളം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്തുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. 40,000 പേര് ഈ ഫോട്ടോഗ്രാഫി പ്രൊഫഷനായിട്ട് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇത്രയും കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ച്, പിന്നെ അവരെ ആശ്രയിച്ച് ലൈറ്റ് ബോയ്സ്, ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാർ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഒരു സംഘടിതമായ ഒരു അവസ്ഥയില്ല. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഇന്ന് പറ്റിയിരിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. എക്യുപ്മെൻറ്റ്സ്, ക്യാമറകൾ ഏത് വേണം, അവരുടെ കയ്യിലിരിക്കുന്ന ക്യാമറയെ കുറിച്ചൊരു ചഞ്ചലിപ്പുണ്ടാക്കുന്ന ക്ലാസ്സുകൾ ധാരാളം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്യുപ്മെൻറ്റിനെ കുറിച്ച് അവൻ്റെ ഉള്ളിൽ സംശയം വരികയാണ് ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ. ഓരോ കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനുള്ള അതിന് പറ്റിയ ആൾക്കാരെ രംഗത്തിറക്കി അതിന് മേന്മകൾ വിവരിച്ച് വലിയ വലിയ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. ആകർഷണീയമായ വിലയും അല്ലെങ്കിൽ മുന്തിയ ഹോട്ടലിൽ വെച്ച് വലിയ വലിയ സംഭവങ്ങൾ നടത്തുന്നു. അതിലേക്ക് നമ്മൾ ഈയാമ്പാറ്റ പോലെ പോയി വീഴുകയാണ്. നമ്മുടെ കയ്യിൽ ലക്ഷങ്ങൾ മുടക്കിയ സാധനം ഇരിക്കുന്നു, നല്ല റിസൾട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിലേക്ക് വേറൊരു കമ്പനിയുടെ സാധനം വന്ന് കയറുന്നു. അത് ഉപയോഗിക്കാൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ശരിയായ റിസൾട്ട് അതിനകത്ത് എടുക്കാൻ സാധിക്കുന്നില്ല. അത്തരമൊരവസ്ഥ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു ചേർന്നിരിക്കുന്നൊരു ദുരന്തമാണ്. കാരണം നിലവിൽ ഇവൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ ലോൺ അടച്ചു തീർന്നിട്ടുണ്ടാവില്ല. അപ്പോഴാണ് അടുത്തതിലേക്ക് കടക്കേണ്ടി വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് നമ്മളതിന് സംശയിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടാകണം, ഞാൻ കൊടുക്കുന്ന നല്ല റിസൾട്ടാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന എക്യുപ്മെൻ്റ് അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഉചിതമാണ് എന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും ഓരോ ഫോട്ടോഗ്രാഫറുടെയും ഉള്ളിലുണ്ടാവണം. ഒരുപാട് കമ്പനികൾ ലൈറ്റിൻ്റെ പേരിലും ലൈറ്റിങ് എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ കടന്നു വന്നത് ശരിക്കും പറഞ്ഞാൽ ഡേ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാലത്താണ്. ഡേ ലൈറ്റ് മാക്സിമം എങ്ങനെ ഉപയോഗിക്കാം, ആ കാലഘട്ടത്തിൽ നിന്ന് എവിടെ കൊണ്ടുവച്ചാൽ ഒരു ലൈറ്റില്ലാണ്ട് ആരും പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരു വെയിലത്തും ലൈറ്റും പിടിച്ച് പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സും ഹെൽപ്പറെയൊക്കെ കാണും. ലൈറ്റ് നമുക്ക് ആവശ്യമാണ്, ആവശ്യമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കത് ആവശ്യമാണോ, ആ സ്ഥലത്ത് ഇന്ന ലൈറ്റ് ആവശ്യമാണെന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലുണ്ടാകണം. നമുക്കൊരു കണക്കൂട്ടലുണ്ടാകണം. നമ്മൾ ആവശ്യമില്ലാതെ ലോൺ എടുത്തും പണം മുടക്കിയും നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മുടക്കിയും കണ്ടമാന എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ച് വെക്കരുത് ദയവ് ചെയ്ത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ആവശ്യമുള്ള ലെൻസുകൾ. ഞാൻ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എനിക്ക് ഒരു ബോഡിയും അതിൻ്റെ കൂട്ടത്തിൽ എത്ര ലെൻസുകൾ വേണമെന്നുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർക്ക് ഒരിക്കലും 200-600 ലെൻസൊന്നും ആവശ്യമില്ല. അവന് 70-200 ലെൻസിനപ്പുറം ഒരിക്കലും ആവശ്യമില്ല. ഒരു 85, ഒരു 24-70 എങ്കിലൊരു മൈക്രോ ലെൻസ്, ഇതിനപ്പുറം ഒരിക്കലും ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർക്ക് ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. 600 ലെൻസ് ഒരാളെ ഇരിക്കുന്നുണ്ട്, ഞാനെന്തിനത് വാങ്ങിച്ചു വെക്കണം? അത് വൈൽഡ് ലൈഫ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു പഠനം നമ്മുടെ ഇടയിൽ നമുക്കുണ്ടാകണം. ഓരോ എക്യുപ്മെൻസിനെ കുറിച്ചും കൃത്യമായ എനിക്കെന്താ ആവശ്യമുണ്ട് അത് പഠിച്ച് നമ്മുടെ ആ സാമ്പത്തിക മേഖല നമ്മൾ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ ജീവിതം പോകും. ഒരിക്കലും നമുക്ക് ഇതിനൊക്കെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു എക്യുപ്മെൻ്റ് വാങ്ങിച്ചിട്ട് അത് പിറ്റേ ദിവസം കൊടുക്കാമെന്ന് വെച്ചാൽ അത് സെക്കൻഡ് ഹാൻഡായിട്ട് മാറുകയാണ്. സെക്കൻഡ് ഹാൻഡാണ്, അതിനുള്ള വില ഇന്ന് അതിനുള്ളൂ. ഇന്ന് ഞാൻ വാങ്ങിച്ചു, എനിക്ക് ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കൊള്ളത്തില്ലാന്ന് തോന്നി, അടുത്ത ആഴ്ച ഞാനത് വിൽക്കണമെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റായിട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. അതിൻ്റെ വാല്യൂ തീർന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ദയവേത് സാമ്പത്തിക ബാധ്യത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. അത് വലിയ ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടാക്കും. നമുക്കാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഈ ക്ലാസ് എടുക്കാൻ വരുന്നവർ തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ആളായിരിക്കും. അവർക്കത് ചിലവാക്കുക എന്നുള്ളത് ആ കമ്പനിക്കാരൻ അവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്.
അവരനുസരിച്ച് സംസാരിക്കട്ടെ, നമുക്കത് കേൾക്കാം, നമുക്കിതെല്ലാം സെർച്ച് ചെയ്യാം, നമുക്കവിടെ ഇത് പഠിക്കാനുള്ള അവസരമുണ്ട്, ക്യാമറ എടുത്ത് നോക്കാനുള്ള സംവിധാനമുണ്ട്. എടുത്തു നോക്കിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന നിലവിലുള്ള ക്യാമറയേക്കാൾ മെച്ചമാണെങ്കിൽ മാത്രമേ ഞാൻ തീർച്ചയായിട്ടും വേറൊരു കമ്പനിയിലേക്ക് മാറാവുള്ളൂ. അത് ഓരോ ഫോട്ടോഗ്രാഫറും മനസ്സിൽ കുറിച്ചിട്ടേണ്ട കാര്യങ്ങൾ തന്നെയാണ്.